സ്നൈപ്പർ എന്ന വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സ്നൈപ്പർ റൈഫിളിനെയാണോ അതോ ആ റൈഫിൾ ഉപയോഗിക്കുന്ന ആളെ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്ത് തന്നെയായാലും മോഡേൺ കോമ്പാറ്റ് ഫീൽഡിൽ അല്ലെങ്കിൽ മോഡേൺ കോമ്പാറ്റ് സിനോരിയോയിൽ ഒരു സ്നൈപ്പറിന് സൂപ്പർ ഹീറോ പരിവേഷമാണുള്ളത്. അതിപ്പം സ്നൈപ്പർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ തോക്കിനെ ആയാലും അല്ല ആ സൈനികനെ ആയാലും രണ്ടുപേരും മോഡേൺ ബാറ്റിൽ ഫീൽഡിൽ സൂപ്പർ ഹീറോസ് തന്നെയാണ്. അപ്പോൾ ഈ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ താരപരിവേഷം എന്നൊക്കെ എടുത്ത് പറയുന്നത് വെറും കാൽപ്പനികമായ ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല, അല്ലെങ്കിൽ ഒരു വാഴ്ത്തുപാട്ടല്ല. ഒരു സ്നൈപ്പറെ അല്ലെങ്കിൽ ഒരു സ്നൈപ്പർ ഗണ്ണിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ആധുനിക ലോകത്തിൻ്റെ യുദ്ധചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ആധുനിക ലോകത്തിൻ്റെ യുദ്ധചരിത്രം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് മുതലുള്ള ആ യുദ്ധചരിത്രം, രണ്ടാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ആ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഏതാണ്ട് രണ്ടാം ലോകമഹായുദ്ധ കാലത്തൊക്കെ ഒരു മനുഷ്യനെ, ഒരു സൈനികനെ കൊല്ലാൻ ഫയർ ചെയ്യപ്പെട്ടിരുന്ന ആവറേജ് ബുള്ളറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 25,000 ബുള്ളറ്റുകളാണ്. അതായത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഒരു ജീവൻ എടുക്കാൻ ഏതാണ്ട് 25,000-ഓളം ബുള്ളറ്റ് ഫയർ ചെയ്തിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിപ്പം രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ കാര്യം മാത്രമല്ല, അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ ചരിത്രം എടുത്താലും ഈ എണ്ണം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടം മുതൽ, രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടം മുതൽ ഒരു സ്നൈപ്പർ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ, ഒരു സൈനികനെ കൊല്ലാൻ ഉപയോഗിച്ച ബുള്ളറ്റിൻ്റെ എണ്ണം, ആവറേജ് ബുള്ളറ്റുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 1.3 ബുള്ളറ്റാണ്. അതായത് 1.5 ബുള്ളറ്റ് വേണ്ടി വന്നിട്ടില്ല, ഒറ്റ വെടി ആൾ തീരും. അതുകൊണ്ടാണ് സ്നൈപ്പർ സൂപ്പർ ഹീറോ ആയി മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ മുമ്പ് പറഞ്ഞ കണക്ക്, അതായത് 25,000 ബുള്ളറ്റോളം ഫയർ ചെയ്താണ് ഒരാളെ കൊല്ലുന്നതെന്ന് പറയുമ്പോഴത്തേന് അതൊരു അതിശയോക്തി നിറഞ്ഞ കണക്കായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. നമുക്കറിയാം, ഒരു യുദ്ധരംഗത്ത് തോക്ക് ഉപയോഗിച്ച് ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രമല്ല ഫയർ ചെയ്യുന്നത്. പലപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൈനികർക്ക് കവർ കൊടുക്കാനും, അല്ലെങ്കിൽ അവർ മുന്നേറുന്ന ഭാഗത്തിൽ നിന്ന് ശത്രു സൈനികരെ അകറ്റി നിർത്താനും, അവരെ പേടിപ്പിച്ച് ഓടിക്കാനും ഒക്കെ ആയിട്ട് ചെറുപറ ബുള്ളറ്റ് ഫയർ ചെയ്യും. അപ്പോൾ അങ്ങനെയെല്ലാം ഫയർ ചെയ്യപ്പെട്ട ബുള്ളറ്റുകളുടെ എണ്ണവും കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണവും തമ്മിൽ കരിച്ചു കുണിച്ച് നോക്കിയെടുത്ത ഒരു ആവറേജ് കണക്കാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതെന്ത് തന്നെയായാലും ഏതൊരു സൈന്യത്തെ സംബന്ധിച്ചുള്ള ഒരു ട്രെയിൻഡ് സ്നൈപ്പർ എന്ന് പറഞ്ഞാൽ അമൂല്യമായ ഒരു അസറ്റാണ്. അതായത് നിശബ്ദതയുടെ നിഗൂഢതയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് ശത്രുവിൻ്റെ ജീവൻ അപഹരിക്കുന്ന ഒരു അദൃശ്യ ശക്തി. അപ്പോൾ ഈ സ്നൈപ്പർ എന്ന് പറയുന്ന ആളെ ഒരു സൈനികനായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അയാൾ ഒരു സാധാരണ സൈനികൻ മാത്രമാണ്. ഈ സാധാരണ സൈനികനെ ഒരു അമാനുഷ്യനാക്കി മാറ്റുന്നത് അയാളുടെ കയ്യിലിരിക്കുന്ന ആയുധവും അത് പ്രയോഗിക്കാനുള്ള അയാളുടെ പാഠവുമാണ്. അതായത് ഒരു ട്രെയിൻഡ് സ്നൈപ്പറെ സംബന്ധിച്ചുള്ള ഈ സ്നൈപ്പർ റൈഫിൾ, അയാളുടെ കയ്യിലിരിക്കുന്ന സ്നൈപ്പർ റൈഫിൾ എന്ന് പറയുന്നത് അയാളുടെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഒരു സ്നൈപ്പർ റൈഫിൾ, അപ്പോൾ എന്താണ് ഒരു സ്നൈപ്പർ റൈഫിൾ എന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും. ഹൈ കാലിബർ ബുള്ളറ്റ് ഫയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോങ് റേഞ്ച് ഫയർ ആം, ഒരു ലോങ് റേഞ്ച് റൈഫിളാണ് സ്നൈപ്പർ റൈഫിൾ. അപ്പം സംഭവം ഒരു റൈഫിളാണ്. റൈഫിൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റൈഫിൾ ഒരു ലോങ് ബാരൽ ഫയർ ആമാണ്. അപ്പോൾ ഒരു ലോങ് ബാരൽ ഫയർ ആം, പലതരത്തിലുള്ള ലോങ് ബാരൽ ഫയർ ആമുകൾ നമുക്ക് മനുഷ്യചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. പക്ഷേ അതിനൊന്നും നമ്മൾ റൈഫിൾ എന്ന് വിളിക്കത്തില്ല. ഒരു റൈഫിൾ എന്നൊരു തോക്കിനെ വിളിക്കണമെങ്കിൽ, ഒരു ലോങ് ബാരൽ ഫയർ ആമിനെ നമ്മൾ റൈഫിൾ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ബാരലിൻ്റെ ഇന്നർ വോളിൽ ഹെലിക്കൽ ഗ്രൂവ്സ് ഉണ്ടാകും. ഈ ഗ്രൂവ്സ് ഉള്ളതുകൊണ്ടാണ് ഒരു റൈഫിളിന് വളരെ ആക്യുറേറ്റ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസിൽ ഫയർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബാരലിനകത്ത് ഇങ്ങനെയുള്ള ഹെലിക്കൽ ഗ്രൂവ്സ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് റൈഫിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റൈഫിളിംഗ് ഇന്ന് ലോങ് ബാരൽ ഫയർ ആംസിൽ മാത്രമല്ല ഹാൻഡ് ഗൺസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ റൈഫിളിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പറഞ്ഞു വരുമ്പോൾ റൈഫിൾ എന്ന് പറഞ്ഞാൽ ലോങ് ബാരൽ ഫയർ ആമാണ്. അത് തന്നെയല്ല, അതിനൊരു തോക്കിൻ്റെ പാത്തി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്റ്റോക്ക് ഉണ്ടാകും. ഈ സ്റ്റോക്ക് ഫയർ ചെയ്യുന്ന ആൾ അയാളുടെ ശരീരത്തോട് ചേർത്ത് വെച്ച്, തോളത്തോട്ടൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഫയർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്കൊരു തോക്കിനെ റൈഫിൾ എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സ്നൈപ്പർ ഗണ്ണുകൾ ഇവ എന്നാണ് യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. അപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് ഒരു 15-ാം നൂറ്റാണ്ട് മുൻപേ തൊട്ട് തന്നെ മനുഷ്യൻ ഈ ഫയർ ആംസ്, അതായത് തോക്ക് പോലെയുള്ള ആയുധങ്ങൾ യുദ്ധത്തിലും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യകാലത്തെ തോക്കുകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അവയൊക്കെ നമ്മൾ ഇന്ന് ഈ റൈഫിളിൻ്റെ ഡെഫിനേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ലോങ് ബാരൽ ഫയർ ആംസ് ആയിരുന്നു. ഈ ലോങ് ബാരൽ ഫയർ ആംസിൽ നിന്നും റൈഫിളിലേക്കുള്ള പരിണാമത്തിനെടുത്ത സമയം വളരെ കുറവാണ്. പക്ഷേ ഈ ലോങ് ബാരൽ ഫയർ ആംസ് അല്ലെങ്കിൽ ലോങ് ബാരൽ റൈഫിൾസ് സ്നൈപ്പർ ഗണ്ണായിട്ട് പരിണമിക്കുന്നത് ചരിത്രം വളരെ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ്. അതായത് മനുഷ്യൻ ആദ്യമായി എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച ഫയർ ആംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് കാനൺസ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ഒരു കുഴലിന് പിന്നിൽ ഒരു വടി പിടിപ്പിച്ച രീതിയിലുള്ള ഒരുതരം തോക്കെന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു സംഭവം. പക്ഷേ നമുക്കറിയാവുന്ന ഈ ലോങ് ബാരൽ ഫയർ ആംസ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന തോക്കിന് രൂപം കൈവരുന്നത് ആർക്കിബസ് എന്ന് വിളിക്കപ്പെടുന്ന തോക്കുകളുടെ വരവോടുകൂടിയാണ്. അതായത് മാച്ച്ലോക്ക് ആർക്കിബസ് എന്ന് വിളിക്കുന്ന തോക്കുകളുടെ വരവോടുകൂടിയാണ്. ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏതാണ്ട് റൈഫിളുകൾക്ക് സമാനമായ രീതിയിൽ തോളത്തോട് ചേർത്ത് പിടിച്ച് ഉന്നം പിടിച്ച് ഫയർ ചെയ്യുന്ന ഒരുതരം തോക്കുകളാണ്.
അപ്പോൾ ഉന്നം പിടിച്ച് ഫയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നുള്ള തോക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഉന്നം പിടിച്ച് ഫയർ ചെയ്യുന്ന പോലൊന്നും ഈ ആർക്യൂബസുകളോ മാച്ച് ലോക്ക് ഗൺസോ ഒന്നും ഉപയോഗിച്ച് ഫയർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇവയൊക്കെ റൈഫിളിംഗ് ഇല്ലാത്ത സ്മൂത്ത് ബോർ ഗണ്ണുകളാണ്. അത്തരം തോക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഫയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉന്നം പിടിക്കുന്ന സ്ഥലത്ത് തന്നെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്മൂത്ത് ബോർ ഗണ്ണുകൾ എല്ലാം തന്നെ മസിലിലൂടെ, അതായത് തോക്കിൻ്റെ കുഴലിലൂടെ വെടിയുണ്ട് അതിനകത്തേക്ക് ഇട്ട് വെടിവെണ്ണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ റാം റോഡ് ഉപയോഗിച്ച് കുത്തി നിറയ്ക്കുന്ന തോക്കുകളാണിവ. അപ്പോൾ ഇവയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബുള്ളറ്റിൻ്റെ ആ വെടിയുണ്ടയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് അത് ഈ തോക്കിൻ്റെ കുഴലിൻ്റെ ഡയമീറ്ററിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഈ വെടി പൊട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ വെടിയുണ്ട തോക്കിൻ്റെ കുഴലിൻ്റെ വശങ്ങളിൽ തട്ടിയും തടഞ്ഞും ആടി ഉലഞ്ഞായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആടി ഉലഞ്ഞെന്ന് പറയുമ്പോഴത്തേന് വെടിയുണ്ടയാണ് വരുന്നത്. അത് അങ്ങനെ ആടി ഉലഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആ പിക്ചർ ഒന്ന് സ്ലോ മോഷനിൽ കണ്ടു നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെടി കൃത്യമായ ഉന്നത്തിലൊന്നും ചെന്നുകൊള്ളാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷേ ഒരു റൈഫിളിംഗ് ഉള്ള തോക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റൈഫിളിലേക്ക് വരുമ്പോഴത്തേന് അതിൻ്റെ ബുള്ളറ്റിൻ്റെ കാലിബർ അല്ലെങ്കിൽ ബുള്ളറ്റിൻ്റെ ഡയമീറ്ററും തോക്കിൻ്റെ കുഴലിൻ്റെ ഡയമീറ്ററും ഏതാണ്ട് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുള്ളറ്റ് ഈ ഹെലിക്കൽ ഗ്രൂപ്പ്സ് ഉള്ള ബാരലിലൂടെ പുറത്തേക്ക് പാഞ്ഞു വരുമ്പോൾ അത് അതിൻ്റെ ആക്സിസിൽ, അതിൻ്റെ ലോങ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തായിരിക്കും പുറത്തേക്ക് വരുന്നത്. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ബുള്ളറ്റിന് ഒരു ഗൈറോസ്കോപ്പിക് സ്റ്റെബിലിറ്റി ലഭിക്കുകയും അത് വളരെ കൃത്യമായിട്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ഇന്ന് ടെക്നിക്കലി 2 കിലോമീറ്റർ അധികം ദൂരത്തേക്കൊക്കെ ഫയർ ചെയ്യാൻ സാധിക്കുന്ന ആൻറ്റി മെറ്റീരിയൽ ഗണ്ണുകളൊക്കെ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോക്കുകളുടെ എവല്യൂഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം ആദ്യം സ്മൂത്ത് ബോർ ഗണ്ണുകളുണ്ടായിരുന്നു, അവയിൽ നിന്നും പടിപടിയായി വളർന്നാണ് നമ്മൾ ഈ റൈഫിളിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ ആ ഒരു പരിണാമം വളരെ ഫാസ്റ്റായിരുന്നു. അതായത് ഈ സ്മൂത്ത് ബോർ ഗണ്ണുകൾ 15-ാം നൂറ്റാണ്ടിൽ ഈ സ്മൂത്ത് ബോർ ഗൺ ഉണ്ടാക്കിയ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ തോക്കിൻ്റെ ബാരലിൽ ഗ്രൂവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യവും മനുഷ്യൻ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള തോക്കുകൾ നിർമ്മിക്കപ്പെട്ടു. ഇത്തരം റൈഫിളിംഗ് ഉള്ള തോക്കുകൾ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെടുന്നത് ജർമ്മനിയിലാണ്. പക്ഷേ ഇതിനുള്ളൊരു വലിയ പോരാഴി എന്ന് പറഞ്ഞാൽ ഇതിൽ ബുള്ളറ്റ് ലോഡ് ചെയ്യുക വളരെ പ്രയാസമായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഇത്തരം തോക്കുകൾ, ഈ റൈഫിളിംഗ് ഉള്ള തോക്കിൽ നിന്ന് വെടിപൊട്ടി വളരെ കൃത്യമായിട്ട് അത് ഉന്നത്തി കൊള്ളണമെങ്കിൽ അതിൽ നടക്കുന്ന വെടിയുണ്ടയ്ക്ക് ഏതാണ്ട് ഈ തോക്കിൻ്റെ ബാരലിൻ്റെ അതേ ഡയമീറ്റർ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വെടിയുണ്ട ഈ തോക്കിൻ്റെ കൊല്ലൂടെ ലോഡ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. കാരണം അന്നൊക്കെ ഈ തോക്കിൻ്റെ പുറകിലൂടെ ലോഡ് ചെയ്ത ബ്രീച്ച് ലോഡിങ് മെക്കാനിസം ഇല്ല, മസിൽ ലോഡിംഗ് ആണ്. അതായത് തോക്കിൻ്റെ കുഴലിൻ്റെ മുന്നിലൂടെയാണ് ഈ ബുള്ളറ്റ് ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലൊരു ബുള്ളറ്റ് അതിനകത്ത് കയറ്റണമെങ്കിൽ അതാദ്യം വെടിമരുന്ന് നിറച്ച് പിന്നെ ചുറ്റിയൊക്കെ അടിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനകത്ത് ലോഡ് ചെയ്യുന്നത്. അത് ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ഒരു പ്രശ്നം മൂലം ഇത് യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ പറ്റാതെയായി. അതായത് യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഈ 16-ാം നൂറ്റാണ്ടിലെ 17-ാം നൂറ്റാണ്ടിലേക്ക് യുദ്ധങ്ങൾ, തോക്കുകൊണ്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിഭാഗം സൈനികർ, യുദ്ധം ചെയ്യുന്ന 2 ഭാഗത്തുള്ള സൈനികർ യുദ്ധകളത്തിൻ്റെ 2 വശത്തുമായിട്ട് നിരനിരയായിട്ട് അങ്ങോട്ട് നിരന്ന് നിൽക്കും. എന്നിട്ട് തോക്ക് ലോഡ് ചെയ്യും, പരസ്പരം വെടിവെക്കും. മുന്നിൽ നിരയിൽ നിൽക്കുന്ന കുറേ പേര് മരിച്ചു വീഴും, പുറകെ നിൽക്കുന്നതിന് വീണ്ടും ലോഡ് ചെയ്യും, പരസ്പരം വീണ്ടും വെടിവെക്കും. ഇതാണ് പണ്ടുണ്ടായിരുന്ന തോക്ക് യുദ്ധം. അപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് തോക്ക് വളരെ പെട്ടെന്ന് ലോഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് തോക്കിൽ ആദ്യം ആര് വെടിയുണ്ട ലോഡ് ചെയ്ത് ഫയർ ചെയ്യുന്നു അവൻ ജീവനോടെ ഉണ്ടാകും, മറ്റവൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് തന്നെ ഈ റൈഫിളിംഗ് ഉള്ള അല്ലെങ്കിൽ റൈഫിൾ എന്ന് വിളിക്കാവുന്ന തോക്കുകൾ ഈ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടില്ല. അപ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല എന്ന് അതിനർത്ഥമില്ല. ഇത് സൈനികർ ഉപയോഗിച്ചില്ല, പക്ഷേ ചില സ്പെഷ്യലിസ്റ്റുകൾ ഇത് ഉപയോഗിച്ചു. അപ്പോൾ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാർ, അതായത് ജർമ്മൻ വേട്ടക്കാർ 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഒക്കെ ഈ റൈഫിളിംഗ് ഉള്ള തോക്ക് വേട്ടയ്ക്കായിട്ട് ഉപയോഗിച്ചു. വേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം സമയത്തിനേക്കാളും പ്രധാന ഉന്നമാണല്ലോ. അതായത് തോക്കൊക്കെ നിറച്ച് അവർ കാത്തിരുന്ന് വെടിവെക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ റൈഫിളിംഗ് ഉള്ള തോക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് കൃത്യമായിട്ട് വെടി കൊള്ളിക്കുക എന്നുള്ളതായതുകൊണ്ട് ജർമ്മൻ വേട്ടക്കാർ ഈ തോക്ക് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഈ തോക്കുകൾ അറിയപ്പെട്ടത് ഏഗർ റൈഫിൾ എന്നാണ്. ഏഗർ എന്ന് ജർമ്മനിയിൽ വിളിക്കുന്ന വേട്ടക്കാരെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഏഗർ റൈഫിളുകളിൽ നിന്നാണ് സ്നൈപ്പർ റൈഫിളുകൾ പരിണമിച്ചുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അങ്ങനെയാണ്. പക്ഷേ ആ പരിണാമത്തിന് വളരെയധികം കാലത്തെ ചരിത്രമുണ്ട്. അതായത് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിലെ വേട്ടക്കാരാണ് ഇത് ആദ്യം ഉപയോഗിച്ചെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിന്നും പിന്നീട് നമ്മുടെ കഥ പോകുന്നത് അറ്റ്ലാന്റിക്കിൻ്റെ മറുകരയിലേക്കാണ്, അമേരിക്കയിലേക്ക്. അതായത് നമുക്കൊരു 15-ാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് വൻതോതിൽ കുടിയേറ്റം, യൂറോപ്പിൽ നിന്നും വൻതോതിൽ കുടിയേറ്റം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിനോദോപാധി മാത്രമാണ്. അതായത് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും പോലെയുള്ള ആൾക്കാരുടെ ഒരു വിനോദോപാധിയായിരുന്നു വേട്ട എന്ന് പറയുന്നത്. നമുക്കറിയാം യൂറോപ്യന്മാർ ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ കടുവകളോടും ആനകളോടും ഒക്കെ കാണിച്ചു കൂട്ടിയ ദ്രോഹം എന്താണെന്ന്. അവർക്ക് വേട്ട എന്ന് പറഞ്ഞാൽ ഒരു വിനോദം മാത്രമാണ്. പക്ഷേ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോഴത്തേന് കഥ മാറി. അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമേരിക്കൻ വൻകര എന്ന് പറഞ്ഞാൽ ഇന്നുള്ള രീതിയിലുള്ളൊരു കാര്യമൊന്നുമല്ല.
കാടും കാട്ടുജീവികളും പിന്നെ യൂറോപ്യന്മാർ ഒരിക്കലും അറിയാത്തൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ മനുഷ്യരും ഈ പ്രദേശത്തുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം കൊന്നു തള്ളി കാട് വെട്ടിത്തെളിച്ച് ഒരു ബ്രാൻഡ് ന്യൂ രാജ്യം, അതായത് 17-ാം നൂറ്റാണ്ട് വരെ ഈ ഭൂമിയിലെങ്ങും ഇല്ലാഞ്ഞ ഒരു ബ്രാൻഡ് ന്യൂ രാജ്യം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന USA. അങ്ങനെ നോക്കുമ്പോൾ ഈ 16-ാം നൂറ്റാണ്ടിൽ അല്ലെ 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ തോക്ക് വേട്ട എന്നൊക്കെ പറഞ്ഞാൽ അവിടേക്ക് കുടിയേറിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. അപ്പോൾ അങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും മാത്രമുള്ള മനുഷ്യന്മാരല്ല, യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യന്മാർ ഇങ്ങോട്ട് വരികയാണ്. യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കുറേ മനുഷ്യന്മാർ ഒരു പുതിയ രാജ്യത്തേക്ക് വന്ന് പരസ്പരം ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ പല സംസ്കാരങ്ങളും അവരുടെ പല ടെക്നോളജികളും പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി. കൂട്ടത്തിൽ അങ്ങനെ കുടിയേറിയ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ ജർമ്മനിയിൽ നിന്നും കുറേ തോക്ക് നിർമ്മാതാക്കളും വന്നുവിട്ടു. അതായത് ഈ ഏഗർ റൈഫിളുകളുമായിട്ട് ചില ജർമ്മൻ ഗൺ സ്മിത്തുകൾ അമേരിക്കയിൽ വന്നു കയറുന്നുണ്ട്. ഏതാണ്ട് ഇന്നത്തെ പെൻസിൽവാനിയ പ്രദേശത്ത് വെച്ച് നമ്മുടെ ഈ ജർമ്മൻ ഏഗർ റൈഫിൾ സ്മൂത്ത് ബോർ ഗണ്ണുകൾ മാത്രം ഉപയോഗിച്ച് പരിചയമുള്ള ചില ഇംഗ്ലീഷുകാരെ കിട്ടുകയായിരുന്നു. അവർക്ക് ഈ സംഭവം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനൊരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് ലോഡ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ആദ്യം വെടിമരുന്ന് നിറയ്ക്കണം, പിന്നെ ഈ വെടിയുണ്ട ഒരു ചുറ്റി ഉപയോഗിച്ച് അടിച്ചടിച്ചടിച്ച് ഇതിനകത്ത് കയറ്റണം, പിന്നെ ഇതിനെ എല്ലാം കൂടെ ഒരു റാം റോഡ് ഉപയോഗിച്ച് കുത്തി ഉറപ്പിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും വെടി പൊട്ടിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഏഗർ റൈഫിളുകൾ ലോങ് ബാരൽ ഗണ്ണുകളാണെന്ന് പറഞ്ഞാലും അക്കാലത്തുണ്ടായ സ്മൂത്ത് ബോർ ഗണ്ണുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് ബാരലിന് നീളക്കുറവായിരുന്നു. അപ്പോൾ ഈ സാധനം കൈ കിട്ടിയോടുകൂടി നമ്മുടെ ഇംഗ്ലീഷ് സാഹിബ്മാർ ഈ ജർമ്മൻ ഗൺ സ്മിത്തുകളുമായിട്ട് ഒരു വലിയ കൂലങ്കഷമായ ചർച്ചയിൽ ഏർപ്പെട്ടു. അതായത് ഇതിനകത്ത് എങ്ങനെ എളുപ്പത്തിൽ ബുള്ളറ്റ് നിറയ്ക്കാം എന്നായിരുന്നു ചർച്ച. അപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു സാഹിബ് അറിഞ്ഞോ അറിയാതെയോ അല്പം മൃഗക്കൊഴുപ്പ് പറ്റിയ ഒരു തുണിക്കഷ്ണം എടുത്ത് ഈ തോക്കിൻ്റെ അറ്റത്ത് വെച്ച് അതിൻ്റെ മേലൊരു ബുള്ളറ്റ് വെച്ച് ചുറ്റിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചപ്പോഴേ ഈ ബുള്ളറ്റ് അകത്തും കയറിപ്പോയി. അതോടുകൂടി രാജാക്കന്മാരും പ്രഭുക്കന്മാരും വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഏഗർ റൈഫിൾ അമേരിക്കയിലെ സാധാരണക്കാരായ കുടിയേറ്റക്കാരുടെ അമേരിക്കൻ മൗണ്ടൻ മാൻസിൻ്റെ പ്രിയപ്പെട്ട തോക്കായി മാറുകയായിരുന്നു. അപ്പോൾ ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ ബുള്ളറ്റ് തള്ളിക്കയറ്റിയപ്പോൾ ഉണ്ടായ രണ്ട് പ്രയോജനം: ഒന്ന്, ഈ തുണിക്കഷ്ണം ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗൺ പൗഡർ ട്രിഗർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഒരു തരി പോലും നഷ്ടപ്പെടാതെ ഈ ബുള്ളറ്റിന് മുകളിൽ പ്രയോഗിക്കപ്പെടും. അത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വർദ്ധിപ്പിക്കും. രണ്ടാമതായും അല്ലെങ്കിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഇത് ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടി. അതോടെ ഇത് അമേരിക്കൻ വേട്ടക്കാരുടെ പ്രിയപ്പെട്ട റൈഫിളായി മാറി. അപ്പം ഈ ജർമ്മനിയിൽ നിന്ന് വന്ന ഏഗർ റൈഫിൾ അതേ രീതിയിൽ ഉപയോഗിക്കുകയല്ല ഇത്. അതായത് ഈ ഏഗർ റൈഫിൾ കൈ കിട്ടിയ നമ്മുടെ ഇംഗ്ലീഷുകാർ അവരുടേതായ രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഏതായാലും ഫൈനലി ഉണ്ടായി വന്ന തോക്ക് ആദ്യം അറിയപ്പെടുന്നത് പെൻസിൽവാനിയ റൈഫിൾ എന്നാണ്. പിന്നീട് ഇത് പ്രശസ്തമാകുന്ന കെൻഡക്കി റൈഫിൾ എന്നുള്ള പേരാണ്. പിന്നീട് ഇത് കാലാനുസൃതമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും വിധേയമായി. അതായത് പല പല ആൾക്കാരുടെ കൈമറിഞ്ഞ് പല ഗൺ സ്മിത്തുകളുടെയും കയ്യിലെത്തിപ്പെട്ട് പല പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി ഒടുവിലത് അമേരിക്കൻ ലോങ് റൈഫിൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ അമേരിക്കൻ ലോങ് റൈഫിളായിട്ട് പരിണമിച്ചു. ഇതാണ് ലോകത്ത് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ റൈഫിൾ. ലോകത്തിലെ ആദ്യത്തെ റൈഫിൾ എന്നല്ല ഞാൻ പറഞ്ഞാൽ, ലോകത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ റൈഫിൾ. ഇത് വേട്ടക്കാർ മാത്രമല്ല, യുദ്ധരംഗത്തും ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. യുദ്ധരംഗത്ത് ഉപയോഗിക്കപ്പെട്ടത് മാത്രമല്ല, അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് അമേരിക്കൻ ലോങ് റൈഫിൾ. അത് നമുക്കറിയാം, 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി സാക്ഷ്യം വഹിച്ച ഒരു വലിയ ചരിത്ര സംഭവമാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് വിഖ്യാതരായ ഇംഗ്ലീഷ് ജനറൽമാർ തോമസ് ഗേജിനെയും വില്യം ഹോവിനെയൊക്കെ പോലുള്ള വിഖ്യാതരായ ഇംഗ്ലീഷ് യുദ്ധപ്രഭുക്കന്മാർ നയിച്ച ബ്രിട്ടീഷ് സൈന്യത്തെ മുട്ടുകുത്തിച്ച് ബ്രിട്ടനിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയ ചരിത്ര സംഭവം. ഈ ചരിത്ര സംഭവത്തിന് പിന്നിൽ, ഈ ചെറുത്തുനിൽപ്പിന് പിന്നിൽ, ഈ പോരാട്ടത്തിന് പിന്നിൽ അമേരിക്കൻ ലോങ് റൈഫിൾ എന്ന് പറയുന്ന ഈ തോക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് പല ചരിത്രകാരന്മാരും കണക്കാക്കുന്നത് ലോങ് ഡിസ്റ്റൻസിൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇംഗ്ലീഷുകാരെ പരാജയപ്പെടുത്താൻ സാധിച്ചെന്ന് വിലയിരുത്തുന്ന പലരുമുണ്ട്. അത് ഒരുപക്ഷെ അമേരിക്ക ഇംഗ്ലണ്ടിന് മേൽ നേടിയ വിജയത്തിൻ്റെ ഒരു കാരണം മാത്രമായിരിക്കും. അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെയും കാരണങ്ങളുണ്ട്. അതായത് ജോർജ് വാഷിംഗ്ടനെയൊക്കെ പോലുള്ള യുദ്ധതന്ത്രജ്ഞന്മാരുടെ വൈദഗ്ധ്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭൂപ്രകൃതി, ഇതൊക്കെ അവർക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. എന്നാലും ഈ പറഞ്ഞ തോക്കിന്, അമേരിക്കൻ ലോങ് റൈഫിളിന് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചെറുതല്ലാത്ത പ്രാധാന്യമുണ്ട്. എന്നാൽ ലോങ് ഡിസ്റ്റൻസിൽ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഫയർ ചെയ്യാൻ സാധിക്കുന്ന ഈ ലോങ് റൈഫിളിൽ നിന്നും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന യഥാർത്ഥ സ്നൈപ്പർ റൈഫിളിൻ്റെ ഒരു പൂർവികൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു തോക്കിലേക്ക് എത്താൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കൂടി വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ സ്കോപ്പൊക്കെ ഘടിപ്പിച്ച്, ടെലിസ്കോപ്പൊക്കെ ഘടിപ്പിച്ച് ലോങ് ഡിസ്റ്റൻസിലേക്ക് ഫയർ ചെയ്യാൻ സാധിക്കുന്ന ലോങ് റേഞ്ച് റൈഫിളുകൾ എന്നാണ് ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു വിവരം നമുക്ക് ചരിത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇത്തരത്തിലൊരു തോക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിച്ചത് 1861
ഒരു യുദ്ധരംഗത്താണ്, അതായത് അമേരിക്കൻ സിവിൽ വാർ. അതായത് അമേരിക്കൻ സിവിൽ വാറിലെ വളരെ നാഴികക്കല്ലായി മാറിയ ഒരു സംഭവത്തിന് കാരണം ഒരു സ്നൈപ്പർ റൈഫിളായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സമയമൊക്കെ ആയപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലമൊക്കെ ആയപ്പോഴത്തിന് തോക്കിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഘടനയിലും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നു. അതായത് നമ്മൾ ഈ മസിൽ ലോഡിംഗ് എന്ന് പറയുന്ന പരിപാടി ഒക്കെ പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അവിടേക്ക് ബ്രീച്ച് ലോഡിംഗ് പോലുള്ള മെക്കാനിസം വരുന്നുണ്ട്. അത് തന്നെയല്ല ഈ അമേരിക്കൻ സിവിൽ വാർ കാലത്ത് ലിവർ ആക്ഷൻ റൈഫിളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ ബ്രീച്ച് ലോഡിംഗ് ഒക്കെ വന്നതെന്ന് പറഞ്ഞാലും അന്നും ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന മസിൽ ലോഡിംഗ് തന്നെയാണ്. പക്ഷേ ബ്രീച്ച് ലോഡിംഗ് കാര്യങ്ങളൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇനി അമേരിക്കൻ സിവിൽ വാറിൻ്റെ കാര്യത്തിലേക്ക് വന്ന അമേരിക്കൻ സിവിൽ വാറിൽ കാലത്ത് ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാത്തരം തോക്കുകൾ ഉപയോഗപ്പെടുന്നുണ്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ 1757 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ നമ്മുടെ 1757 മഹത്തായ വിപ്ലവത്തിന് കാരണക്കാരനായി തീർന്ന എൻഫീൽഡ് 1853 പാറ്റേൺ റൈഫിൾ മുതൽ ഗാറ്റ്ലിംഗ് ഗൺ വരെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലൂടെയാണ് സ്നൈപ്പർ റൈഫിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തോക്കിൻ്റെ രൂപത്തിലും ഭാഗത്തിലും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. ബ്രീച്ച് ലോഡിങ്ങും ലിവർ ആക്ഷൻ റൈഫിളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു സ്നൈപ്പറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഷാർപ്പ് ഷൂട്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തോക്കിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ടെലിസ്കോപ്പുകൾ ഘടിപ്പിച്ച തോക്കുകൾ വന്നു എന്നുള്ളതാണ്. അത് ടെക്നിക്കലി തന്നെ 1840 മുതൽ ഇത്തരത്തിലുള്ള തോക്കുകൾ പ്രചാരത്തിലുണ്ട്. പക്ഷേ ഇവർ യുദ്ധരംഗത്ത് ഉപയോഗിച്ചാൽ ഇവ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചരിത്ര നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ സിവിൽ വാറിലാണ്. അപ്പോൾ അമേരിക്കൻ സിവിൽ വാറിൽ പലതരത്തിലുള്ള തോക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അക്കൂട്ടത്തിൽ സ്നൈപ്പർ റൈഫിളുകൾ എന്ന് വിളിക്കാൻ പെടുന്ന 2 തോക്കുകളാണ് നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. ഒന്ന് വിറ്റ്വർത്ത് റൈഫിൾ. ഈ വിറ്റ്വർത്ത് റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതിനെയാണ് ലോകത്തിലെ ആദ്യത്തെ സ്നൈപ്പർ റൈഫിളായിട്ട് കണക്കാക്കുന്നത്. ഇത് സിവിൽ വാറിൽ ഉപയോഗിച്ചത് കോൺഫറൻസ് സ്റ്റേറ്റുകളിലെ സദേൺ സ്റ്റേറ്റുകളിലെ പോരാളികളാണ്, അല്ലെ സൈനികരാണ്. അപ്പോൾ അമേരിക്കൻ സിവിൽ വാറിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഇത് ബേസിക്കലി ഒരു ബ്രിട്ടീഷ് റൈഫിളാണ്. മറുവശത്ത് യൂണിയൻ സൈഡ് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഒരു സ്നൈപ്പർ റൈഫിളാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനെ ഒരു സ്നൈപ്പർ റൈഫിൾ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് ലോങ് റേഞ്ചിൽ ഫയർ ചെയ്യാൻ സാധിക്കുന്ന ഷാർപ്പ് റൈഫിൾ എന്നറിയപ്പെടുന്ന ഒരു റൈഫിളാണ് ഉപയോഗിച്ചത്. ഇതൊരു ഫാളിംഗ് ബ്ലോക്ക് ആക്ഷനുള്ള ബ്രീച്ച് ലോഡ് റൈഫിളാണ്. ഇത് വളരെ വ്യാപകമായിട്ട് സിവിൽ വാറിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കഥയിലെ നമ്മൾ ഈ പറയാൻ പോകുന്ന ചരിത്ര സംഭവത്തിലെ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സ്നൈപ്പർ റൈഫിളായിട്ട് കണക്കാക്കപ്പെടുന്ന ആ ബ്രിട്ടീഷ് റൈഫിൾ, അതായത് വിറ്റ്വർത്ത് റൈഫിളാണ്. അപ്പോൾ ഈ വിറ്റ്വർത്ത് റൈഫിളിനെ കുറിച്ച് പറയുന്നത് ആ സമയത്ത് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റൈഫിളാണ്. അതായത് അക്കാലത്ത് ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിന് വിലയും അതുപോലെ കൂടുതലായിരുന്നു. തന്നെയുമല്ല ഈ സാധനം അമേരിക്കൻ അല്ല, ഇത് ബ്രിട്ടീഷ് നിർമ്മിത തോക്കാണ്. അമേരിക്കയിൽ ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പം വളരെ വിരലിലുണ്ടാകുന്ന തോക്കുകൾ മാത്രമാണ് ഈ കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകൾ ബ്രിട്ടനിൽ നിന്നും മറ്റും ഇമ്പോർട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് വളരെ വിരളമായതുകൊണ്ട് തന്നെ ഇവരിത് കൊടുത്തത് അവരുടെ അങ്ങേയറ്റം വിദഗ്ധരായിട്ടുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സിനാണ്. അത്തരത്തിലുള്ള ഷാർപ്പ് ഷൂട്ടേഴ്സ് ഒരു 1000 സൈനികർക്കിടയിൽ 1 2 അല്ല 5 6 പേര് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വിറ്റ്വർത്ത് റൈഫിളിനെ കുറിച്ച് പൊതുവെ പറയുന്നതെന്ന് ഒരു വിദഗ്ധനായ ഷൂട്ടറായിട്ട് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1500 മീറ്റർ അകലം വരെ വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ച് വെടിവെച്ച് കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളിവിടെ എടുത്തു പറയുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ അത് ഈ മനുഷ്യനെ കുറിച്ചാണ്. അതായത് യൂണിയൻ ആർമിയെ നയിച്ചിരുന്ന മേജർ ജനറൽ ജോൺ സഡ്ജ്വിക്. ഇദ്ദേഹം യൂണിയൻ സൈഡിൽ അന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഏറ്റവും ഹയസ്റ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് അങ്ങേരാണ് സൈന്യത്തെ യൂണിയൻ സൈഡിൽ നിന്നും സൈന്യത്തെ നയിച്ചിരുന്നത്. അങ്ങനെ അമേരിക്കൻ സിവിൽ വാർ വളരെ ഭീകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം, അതായത് 1864 മെയ് 9 ദ ബാറ്റിൽ ഓഫ് സ്പോർട്സിൽവാനിയ കോർട്ട് ഹൗസ് എന്ന ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മേജർ ജനറൽ സഡ്ജ്വിക്ക് അദ്ദേഹത്തിൻ്റെ സൈനികരെ അണിനിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവർ പൊസിഷൻ ചെയ്തിരുന്നത് ഈ സഡ്ജ്വിക്കും കൂടുതലും പൊസിഷൻ ചെയ്തിരുന്നത് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം അപ്പുറത്തായിട്ടാണ് നമ്മുടെ കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളിലെ സൈനികരുണ്ടായിരുന്നത്. ഈ സൈനികരെ അണിനിർത്തിയതിനു ശേഷം അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മുടെ സഡ്ജ്വിക്ക് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പുള്ളി കൂടാരത്തിലിരുന്ന് ചർച്ച നടത്തുകയായിരുന്നില്ല. പുള്ളിക്കാരൻ കൂടാരത്തിന് പുറത്ത് പുള്ളിയുടെ കൂടെയുള്ള മറ്റ് സൈനിക മേധാവികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പുള്ളിയെ വാൺ ചെയ്യുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ സൈനികരും സൈനിക മേധാവികളും ഒക്കെ പുള്ളിയെ വാൺ ചെയ്യുന്നുണ്ട്. സാർ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്ന അത്ര പന്തിയല്ല, ശത്രു സൈനികർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സഡ്ജ്വിക്ക് ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. പുള്ളിയുടെ കൂടെ വന്ന ആൾക്കാരോട് പറഞ്ഞു, ശത്രു സൈനികർ അവിടെ നിൽക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം, പക്ഷേ അത്ര അകലെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് അവരുള്ളത്, അത്ര അകലെ നിന്ന് അവർക്കൊരു ആനയെ പോലും വെടിവെക്കാൻ സാധിക്കത്തില്ലെന്ന് പുള്ളി അങ്ങോട്ട് പറഞ്ഞ് നാക്കെടുത്തില്ല. ആ നിമിഷം ജനറൽ സഡ്ജ്വിക്കിൻ്റെ നെറ്റിയിൽ വെടിയേറ്റ് അദ്ദേഹം മരിച്ചു വീണു. അമേരിക്കൻ സിവിൽ വാറിൽ കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് മേജർ ജനറൽ ജോൺ സഡ്ജ്വിക്ക്. പുള്ളിയെ കൊന്ന ആരാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ കൊല്ലാൻ ഉപയോഗിച്ചത് ഒരു വിറ്റ്വർത്ത് റൈഫിളാണ്. ഇതാണ് ലോകത്ത് ആദ്യമായിട്ട് ഒരു യുദ്ധമുന്നണിയിൽ ഒരു സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അറ്റാക്ക്. സ്നൈപ്പർ റൈഫിൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയിട്ടുള്ള അറ്റാക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള വിറ്റ്വർത്ത് റൈഫിളാണ് ലോകത്തിലെ ആദ്യത്തെ സ്നൈപ്പർ റൈഫിൾ. അപ്പോൾ അങ്ങനെ സിവിൽ വാർ കഴിയുന്നു, വീണ്ടും ലോകം മുന്നോട്ട് പോകുന്നു. സിവിൽ വാറിന് ശേഷം പിന്നെ ലോകം കാണുന്നത് വളരെ മൃഗീയമായ വളരെ വലിയൊരു യുദ്ധമാണ്. അതായത് 1ാം ലോകമഹായുദ്ധം.
ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സ്നൈപ്പർ റൈഫിൾ അല്ലെങ്കിൽ സ്കോപ്ഡ് റൈഫിളുകൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചത് ജർമ്മൻകാരാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ വളരെ മികച്ച തോക്കുകൾ ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല, ഈ തോക്കുകൾ ഘടിപ്പിക്കാൻ വേണ്ടി വളരെ മികച്ച ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായത് വളരെ മികച്ച ലെൻസുകൾ നിർമ്മിച്ചെടുത്ത് അതുകൊണ്ട് ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കി തോക്കുകൾ ഘടിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം, ഈ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെഞ്ച് വാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ സിവിൽ വാർ കഴിഞ്ഞുള്ള കാലഘട്ടം തൊട്ടിക്കൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും ഒക്കെ ട്രെഞ്ച് വാർ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമാണ്. അതായത് യുദ്ധത്തിൻ്റെ ഒരു പ്രധാന യുദ്ധരീതിയായിരുന്നു ട്രെഞ്ച് വാർ. ഇപ്പോൾ നമുക്കറിയാം, ട്രെഞ്ചുകൾ ഉണ്ടാക്കി ട്രെഞ്ചിൽ ഭടന്മാർ പതിയിരിക്കും, അവിടെ നിന്നും പരസ്പരം വെടിപൊട്ടിക്കും. അപ്പോൾ ഈ യുദ്ധത്തിൽ ഉടനീളം ജർമ്മൻകാർ ട്രെഞ്ച് വാർഫെയറിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് സ്നൈപ്പറിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ട്രെഞ്ചുകളിൽ പതിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ശത്രു സൈനികൻ്റെ തല അല്പമെങ്കിലും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ വളരെ കൃത്യമായിട്ട് വെടി വെച്ച് പൊളിക്കാൻ ജർമ്മൻ സ്നൈപ്പറുകൾ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അത് അവർ വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള സ്നൈപ്പറുകൾ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നീട് ബ്രിട്ടീഷുകാർ ഒരു കാര്യം കണ്ടുപിടിച്ചു. അവർ വൈക്കോലും പേപ്പർ മാഷും ഒക്കെ ഉപയോഗിച്ച് തലയുടെ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഹെൽമെറ്റൊക്കെ ഘടിപ്പിച്ച് ഇങ്ങനെ ട്രെഞ്ചിൻ്റെ മുകളിലേക്ക് പതുക്കെ ഉയർത്തി കാണിക്കും. ജർമ്മൻകാർ അതിലേക്ക് വെടിവെച്ച് കൊള്ളിക്കും. അപ്പോൾ ആ വെടിയുണ്ട വന്ന ആംഗിളും ഡയറക്ഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ സ്നൈപ്പർ എവിടെയാണ് കൃത്യമായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുത്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ ഇവർക്ക് സാധിച്ചു, ഈ ഡമ്മി ഹെഡുകൾ ഉപയോഗിക്കുന്ന മൂലം. ഇനി ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് വരുമ്പോഴത്തേന് സ്നൈപ്പറുകളുടെ കാര്യത്തിൽ വീണ്ടും വലിയൊരു എവല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻകാരെക്കാളും മികച്ച രീതിയിൽ സ്നൈപ്പറുകൾ ഉപയോഗിച്ചത് USSR ആണ്, സോവിയറ്റ് യൂണിയൻ്റെ സ്നൈപ്പറുകൾ. അതായത് ഇന്ന് നമ്മൾ സ്നൈപ്പറുകളുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 10 സ്നൈപ്പറുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 9 പേരും സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ളവരാണ്. ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്ത സോവിയറ്റ് സ്നൈപ്പറുകളാണ് ഈ ലിസ്റ്റിലെ 9 പേരും. പക്ഷേ അതിലെ ആദ്യ പേരുകാരൻ ഒരു ഫിൻലൻഡുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് സിമോ ഹാഹ. അതായത് വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന സിമോ എന്ന ഫിന്നിഷ് സൈനികൻ. സിമോയെക്കുറിച്ചൊരു വളരെ വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ സിമോ ഹാഹ എന്ന് പറയുന്ന സ്നൈപ്പറെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരേ ഒരു വീഡിയോ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആയിരിക്കും. അപ്പോൾ സമയം കിട്ടുമ്പോഴത്തേന് താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് സ്നൈപ്പർ ഗണ്ണുകളുടെ സ്നൈപ്പർ റൈഫിളുകളുടെ ഒരു ചരിത്രമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച സ്നൈപ്പറുകളുടെയും മികച്ച സ്നൈപ്പർ ഗണ്ണുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.